ടേബിൾ കാണുമ്പോൾ അത്ര മെസ്സൊന്നും അല്ലെങ്കിലും ഇതിനകത്ത് ഇനി ഒരു സാധനം വെക്കാൻ പോലുള്ള സ്ഥലമില്ല. ഇതൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മൈൻഡിലുണ്ട്. പിന്നെ ഇന്നാവട്ടെ നാളാവട്ടെ എന്ന് പറഞ്ഞ ദിവസങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് അത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഞാൻ ഈ സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴും ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഓർഗനൈസിങ്. ഓൾറെഡി ഓർഗനൈസ് ചെയ്ത് വെച്ച സ്ഥലമായിരിക്കും, വാർഡ്രോബ് ആയിക്കോട്ടെ ടേബിൾ ആയിക്കോട്ടെ, അതൊക്കെ ഒന്നും കൂടി ഇങ്ങനെ എടുത്ത് മാറ്റി പിന്നെ അതൊന്നും കൂടി അതിൻ്റെ സ്ഥലവും സ്ഥാനവും ഒക്കെ ഒന്ന് മാറ്റി വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ടേബിളിലെ കംപ്ലീറ്റ് സാധനങ്ങളും മാറ്റി ടേബിളൊന്ന് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ആദ്യം എങ്ങനെയാണോ ടേബിൾ ഓർഗനൈസ് ചെയ്ത ആ സെയിം ലേഔട്ടിൽ തന്നെയാണ് ഇപ്രാവശ്യം ചെയ്യുന്നത്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ബോറടിക്കുമ്പോൾ എന്തായാലും പിന്നെ വേറെ രീതിയിൽ വെക്കും. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് മേളിൽ പൊടി തട്ടി അതുപോലെ എടുത്തു വെക്കുന്നുണ്ട്. എൻ്റെ പിൻട്രസ്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ സജഷൻ വന്നതും ഈ ഡെസ്ക് മേക്ക് ഓവറും ഡെസ്ക് സെറ്റപ്പും റൂം മേക്ക് ഓവറൊക്കെയാണ്. പിന്നെ ഈ ഒരു ടേബിൾ ലാമ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. സംഗതിൻ്റെ കെട്ട് പോലും വെച്ചിട്ടില്ല. കാര്യം അതിനകത്ത് ബൾബ് ഇട്ടിട്ടില്ല. ബൾബ് ഉണ്ടെങ്കിലല്ലേ അത് കുത്തിയിടേണ്ട ആവശ്യമുള്ളൂ. ബൾബ് മേടിക്കാൻ അങ്ങനെ ഓരോ തവണ കടയിൽ പോകുമ്പോഴും മറന്നു പോകും. പിന്നെ ഈ ലാമ്പ് കാണുമ്പോഴായിരിക്കും ഓർമ്മ വരുന്നത്. അങ്ങനെ സ്റ്റിൽ അതിനകത്ത് ഇതുവരെ ബൾബ് മേടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വിഷൻ ബോർഡും പിൻട്രസ്റ്റും നോക്കി ഉണ്ടാക്കിയതാണ്. അതും ആ സൈഡിനകത്തായിട്ട് ഹാങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുത്തേണ്ടാത്തതുകൊണ്ട് അതും കൈതൊടാൻ നിന്നിട്ടില്ല. പിന്നെ ഈ പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പംകിനാണ്, ക്ലേ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ പേപ്പറൊക്കെ പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കൂലേ, ആ സാധനത്തിൻ്റെ പേരെന്തായാലും കിട്ടണില്ല, ആ സംഭവമാണ്. അപ്പം നമ്മുടെ ടേബിൾ ഓർഗനൈസിങ് ഡൺ ആയിട്ടുണ്ട്. ബൈ ബൈ.